അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന്റെ ഏക ശക്തമായ സഖ്യകക്ഷിയെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിന് മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്ത് ഇസ്രായേലിനെ പിന്തുണ നൽകുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനെ ഇസ്രായേൽ സർക്കാർ വിമർശിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരം ഒരു പരാമർശം JD വാൻസ് നടത്തിയത്. അമേരിക്കയേക്കാൾ വലിയ സുഹൃത്തോ പിന്തുണയോ ഇസ്രായേലിനെ മറ്റൊരു രാജ്യവും നൽകുന്നില്ലെന്നായിരുന്നു JD വാൻസിന്റെ വിവാദ പരാമർശം. ഈ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. JD വാൻസിന്റെ ഈ പ്രസ്താവനയ്ക്ക് പരിഹാസത്തോടെയാണ് നെതന്യാഹു മറുപടി നൽകിയത്. നമുക്ക് മറ്റ് ചില സുഹൃത്തുക്കളുമുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. 140 കോടി ജനങ്ങളാണ് അവിടെയുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വമ്പിച്ച പിന്തുണയാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. JD വാൻസുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും എന്നാൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും തനിക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും തനിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. സൈനിക സാങ്കേതിക വിദ്യ, സൈബർ സുരക്ഷ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടെ സഹായം തേടി നിരവധി രാഷ്ട്ര നേതാക്കൾ നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം അമേരിക്കയുമായുള്ള ബന്ധം തകർന്നുവെന്ന റിപ്പോർട്ടുകളെ നെതന്യാഹു തള്ളിക്കളഞ്ഞു. ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. എങ്കിലും താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇസ്രായേലിനെ ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികമാണെന്നും അത് ചർച്ചകളിലൂടെ പരിഹരിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.